സ്വന്തം ഭാര്യ മറ്റൊരുത്തന്റെ ഒപ്പം കിടക്ക പങ്കിടുന്നു. അതും അവർക്ക് ഒരു ദിവസത്തെ യൂട്യൂബ് കോണ്ടന്റ് ആണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പണമുണ്ടാക്കാൻ വേണ്ടി മനുഷ്യർ ഏതൊക്കെ നിലവാരത്തിലേക്ക് അധംപതിക്കുന്നു എന്നത് ഇന്ന് വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ചിലർ ലൈവ് മെമ്പർഷിപ്പുകൾ എടുക്കുന്നതും അതിൽ തുണിയില്ലാതെ നൃത്തം ചെയ്യുന്നതുമൊക്കെയാണ്. അക്കാലത്ത് അത്തരം മോശം പ്രവണതകൾക്കെതിരെ നമ്മൾ സംസാരിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് അതെല്ലാം കടത്തിവെട്ടുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാമിലി വ്ളോഗുകൾ എന്ന പേരിൽ ഒരു കുടുംബം മൊത്തമായി ചേർന്ന് സ്വന്തം അന്തസ്സും അഭിമാനവും പണയം വെക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഭർത്താവും ഭാര്യയും അച്ഛനും അമ്മയും എന്തിനധികം അവരുടെ കുഞ്ഞുകുട്ടി പോലും ഈ നാടകത്തിന്റെ ഭാഗമാകുന്നു. സാധാരണ നിലയിൽ വീടിനുള്ളിലെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനു പകരം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ സ്വകാര്യ നിമിഷങ്ങളും ബെഡ്റൂം സീനുകളും പാട്ടിന്റെ അകമ്പടിയോടെ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കുന്നത് എന്ത് സംസ്കാരമാണ്? സ്വന്തം ഭാര്യയെ മറ്റുള്ളവർക്ക് മുന്നിൽ കാഴ്ച വസ്തുവാക്കി മാറ്റുന്നതിലൂടെ ഇവർക്ക് ലഭിക്കുന്നത് കുറച്ച് കാഴ്ചക്കാരെയും അതിലൂടെ കിട്ടുന്ന പണവുമാണ്. ഇത്തരത്തിൽ പണമുണ്ടാക്കി കാറ് വാങ്ങുന്നതും അതിന്റെ ഡെലിവറി വീഡിയോകൾ ആഘോഷമായി പങ്കുവെക്കുന്നതും കാണുമ്പോൾ കഷ്ടം തോന്നുകയാണ്. ആ കാറിന്റെ EMI അടയ്ക്കാൻ വേണ്ടിയാണോ ഈ കാണിക്കുന്ന വൃത്തികേടുകളൊക്കെ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനും പറ്റില്ല. സ്വന്തം ഭാര്യയെ മറ്റൊരാൾക്കൊപ്പം നിർത്തി കെട്ടിപ്പിടിക്കുന്നതും മറ്റും ഷൂട്ട് ചെയ്ത് വീഡിയോയാക്കി യൂട്യൂബിൽ ഇടുമ്പോൾ ഇവർക്ക് എങ്ങനെ വെളിയിലിറങ്ങി നടക്കാൻ സാധിക്കുന്നു? നമ്മുടെ നാട്ടിലെ പുരുഷന്മാരുടെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ വഴിയെ പോകുന്ന ഒരു പട്ടി പോലും സ്വന്തം ഭാര്യ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അത് സഹിക്കാത്തവരാണ് ഭൂരിഭാഗവും. അത്രമേൽ സ്വാർത്ഥതയും സ്നേഹവും ഉള്ളവരാണ് നമ്മുടെ നാട്ടിലെ പുരുഷന്മാർ. ആ സ്ഥാനത്താണ് ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ മറ്റൊരാൾക്ക് കൂട്ടിക്കൊടുക്കുന്ന തരത്തിലുള്ള രംഗങ്ങൾ ചിത്രീകരിച്ച് പ്രദർശിപ്പിക്കുന്നത്. ഇതിനൊക്കെ എന്ത് അവാർഡാണ് കൊടുക്കേണ്ടത്? പണത്തിന് വേണ്ടി ഇത്രത്തോളം താഴാൻ ഇവർക്ക് എങ്ങനെ കഴിയുന്നു എന്നത് ചിന്തിക്കാൻ പോലും വയ്യ. നമ്മുടെ കേരളത്തിനൊരു സംസ്കാരമുണ്ട്. എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും അത് സഹിച്ച് മാന്യമായി പണിയെടുത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. ജീവനേക്കാൾ ഉപരി ആത്മാഭിമാനത്തിന് വില നൽകുന്നവരാണ് മലയാളികൾ. പക്ഷെ ഇത്തരം പ്രവണതകൾ കാണുമ്പോൾ നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഇത് വെസ്റ്റേൺ കൾച്ചറാണെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം അവരും ഇത്രയും മോശമായി ഒന്നും ചെയ്യില്ല. പണത്തോടുള്ള ഈ ആർത്തി മനുഷ്യനെ മൃഗത്തേക്കാൾ മോശമാക്കുകയാണ്. വരും തലമുറയ്ക്ക് നാം എന്ത് സന്ദേശമാണ് നൽകുന്നത്? വെറും പണത്തിന് വേണ്ടി സ്വന്തം കുടുംബത്തെയും അഭിമാനത്തെയും വിറ്റുതൊലയ്ക്കുന്ന ഇത്തരം രീതികൾ സാംസ്കാരിക കേരളത്തിന് വലിയൊരു അപമാനമാണ്. ഇത്രയേറെ അധംപതിക്കാൻ ഒരു മനുഷ്യന് എങ്ങനെയാണ് സാധിക്കുന്നത് എന്നത് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. ഇത് ഒരു തരത്തിലുള്ള മനുഷ്യർ പറയുന്നതാണ് കേട്ടോ. എന്താ മറ്റൊരു തരത്തിലുള്ള മനുഷ്യർ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ, അവരവരുടെ ലൈഫ് ആസ്വദിക്കുകയല്ലേ, അവർക്ക് നമുക്കേ കഴിയുന്നില്ല അവർക്കെങ്കിലും കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോരുത്തർ പുറത്തു വരുന്നത്. എങ്ങനെയാണ് അവരുടെ അഭിപ്രായങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സണ്ണി ലിയോണിനെ കാണാൻ 1 ലക്ഷം ആരാധകർ വരുന്നു. അവരുടെ ജോലിയും മറ്റേ ആയിരുന്നില്ല. വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് സ്വാഭാവികമാണ്. എന്നാൽ നമ്മൾ വിദേശികളെ അംഗീകരിക്കുകയും അവാർഡ് കൊടുക്കുകയും ചെയ്യുന്നു. അവർ ആരെയും പീഡിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കാനോ പോകുന്നില്ല. അവർ തമ്മിൽ എന്ത് തന്നെയോ ഉള്ള ബന്ധമായിക്കോട്ടെ, അവർ തമ്മിൽ പരസ്പര ഉഭയകക്ഷി സമ്മതപ്രകാരം നടത്തുന്ന ഈ കാര്യങ്ങൾക്ക് എന്തിനാണ് മറ്റുള്ളവർ ആവശ്യമില്ലാതെ പള്ളി പിടിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് എന്നാണ് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?